നുണകൾ പറഞ്ഞു കഴിഞ്ഞാലേ കണ്ണ് താന്നു നിൽക്കുന്നതാണ് ഫഹദ് ഫാസിൽ പറഞ്ഞത് കേട്ടോ. ഈ കണ്ണ് താന്നു നിൽക്കുന്നല്ല, ചില നുണകൾ പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് കണ്ണും തലയൊക്കെ തിരിയും എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തൊക്കെ നുണ പറഞ്ഞു കഴിഞ്ഞാലും കണ്ണും തിരിയില്ല, തലയും തിരിയില്ല. ഇങ്ങനെ നേരെ മുഖത്ത് നോക്കി ഇന്റലക്ച്വൽ ആയിട്ട് കളവ് പറയാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട്. വേറെ ആരുമല്ല, നിഷ്പക്ഷൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ ചില പ്രത്യേക ചാനലുകളിൽ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയപ്പെടുന്ന ഈ സംഘി നിരീക്ഷകൻ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ നുണകൾ പറയുമ്പോൾ ഇന്റലക്ച്വൽ ആയിട്ട് നുണ പറയുന്ന ഒരാൾ. അതെന്തുകൊണ്ടാണ് ഇന്റലക്ച്വൽ ആയിട്ട് പുള്ളിക്ക് നുണ പറയാൻ കഴിയുന്നത്? ഇത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഈ സംഘി ഭക്തരായതുകൊണ്ട് തന്നെ ലോകവിവരവും മറ്റൊരു തരത്തിലുള്ള വിവരവും ഇല്ലാത്ത ഈ സംഘഭക്തർക്ക് ഇതെല്ലാം വേദവാക്യം തന്നെയാണ്. അപ്പം ഇതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഹിജാബിന്റെ വിഷയത്തിൽ സംഘപുത്രൻ, അതായത് പണിക്കരി ഇന്നലെ ഒരു നുണ വീണ്ടും അടിച്ചു വിട്ടു. അതായത് കോടതിയുടെ വിധി വന്നിരുന്നു. ആ കോടതിയുടെ വിധി നമ്മുടെ ഈ പറഞ്ഞ നിഷ്പക്ഷ സംഘപുത്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഹിജാബ് വിവാദം അവസാനിച്ചു, സ്കൂളിന് വിജയം, സർക്കാരിന് നാണക്കേട്. ഞാൻ ഏതൊക്കെ ന്യൂസുകൾ പലതും തിരിഞ്ഞും മറഞ്ഞും കിടന്നും ഒക്കെ നോക്കിയിട്ടും ഇങ്ങനെ ഒരു സംഭവം ഞാൻ കാണുന്നില്ല. ആകെ ഈ ഒരു കളവ് പറഞ്ഞത് ഈ പറഞ്ഞ സംഘ നിരീക്ഷകനും അതുപോലെ തന്നെ സംഘ ചാനലുകളും മാത്രമാണ് ഇങ്ങനെ ഒരു പ്രൊപ്പഗണ്ട അജണ്ടയായിട്ട് പുറത്തോട്ട് വന്നത്. ഇനി ന്യൂസിന്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡിഡിന്റെ റിപ്പോർട്ട് അത് റദ്ദാക്കിയിട്ടുമില്ല. ഈ പറഞ്ഞ സ്കൂളിൽ നിന്ന് കുട്ടി അവിടുന്ന് സ്വയം പോകുന്നത് കൊണ്ട് കുട്ടിയുടെ താല്പര്യത്തിന് വിട്ടുകൊടുത്തു എന്നാണ് കോടതി പറഞ്ഞത്. ഇതിന്റെ ഒരു കേസിന്റെ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇങ്ങനെ ഒരു വിഷയം, ഹിജാബ് വിഷയം ഉണ്ടാവുന്നു, ഡിഡിയുടെ റിപ്പോർട്ട് വരുന്നു, കുട്ടീനെ സ്കൂളിൽ കയറ്റണം എന്നുള്ള റിപ്പോർട്ട് നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ സൈഡിൽ നിന്ന് വരുന്നു. അതിനെതിരെ ഒരു ഹർജി, അതിനെ സ്റ്റേ ചെയ്യണമെന്നും പറഞ്ഞ് നമ്മുടെ ഈ പറഞ്ഞ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആള്, അല്ലെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് പണ്ഡിത, അല്ലെങ്കിൽ മറ്റൊരു വക്കീലിന്റെ സഹായത്തോടു കൂടി, വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘ വക്കീലിന്റെ സഹായത്തോടു കൂടി കോടതിയിലോട്ട് പോകുന്നു, ഹർജി കൊടുക്കുന്നു. കോടതി ഹർജി കേൾക്കുന്നില്ല, കോടതി ഹർജി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. അതായത് ഒരാഴ്ച സമയം കൊടുക്കുകയാണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസ ഓഫീസ് ഡയറക്ടർക്കും ബാക്കിയുള്ളവർക്കും ഒന്നും കൂടെ കാര്യങ്ങളൊന്ന് പഠിച്ചു വരണം. കുട്ടിയെ കയറിക്കോട്ടെ, ഈ പറഞ്ഞ ഉത്തരവിൽ DDE കൊടുത്ത ഉത്തരവ് ഞങ്ങൾ ഏതായാലും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ ഇതിന്റെ DDയുടെ അല്ലെങ്കിൽ കോടതിയുടെ ഇത് വരികയാണ്. അതായത് DDയുടെ റിപ്പോർട്ടൊന്നും മാറ്റും തിരുത്തും കുറിക്കൊന്നും വേണ്ട, അതൊക്കെ അവിടെ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നും പറഞ്ഞ്. പക്ഷേ കുട്ടിയുടെ ഫാദർ തീരുമാനിക്കുകയാണ് അത് ഈ പറഞ്ഞ ഒരു വലിയ സംഘക്കൂട്ടത്തിന്, കൃസംഘ കൂട്ടത്തിന്റെ ഇടക്കുന്ന്, അതുപോലെ ഇത്തരത്തിലുള്ള സിസ്റ്റർമാർ ഇംഗ്ലീഷിൽ പടപടപടെ എന്നടിക്കുന്ന പൊട്ട തെറ്റാണെങ്കിലും ആ ഒരു കോൺഫിഡൻസോട് കൂടി ഈ ഒരു കൃസംഗിത്വം ഉള്ളിലുള്ള സിസ്റ്റർ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇനിയും ആ കുട്ടി പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്നും കഷ്ടപ്പാടും ദുരിതമാവുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഈ പിതാവ് കുട്ടീനെ ഞാൻ അങ്ങോട്ട് വിടുന്നില്ല, TC വാങ്ങി പോകാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ DDE കൊടുത്ത റിപ്പോർട്ട്, അല്ലെങ്കിൽ DDE പ്രഖ്യാപിച്ചിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കേണ്ടത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് കോടതി ഈ കേസ് ഒന്നുമല്ലാത്ത രീതിയിൽ റദ്ദാക്കുക അല്ലെങ്കിൽ ഒഴിവാക്കാം, രമ്യതയിൽ പരിഹരിച്ചു എന്ന് പറയുന്നു. ഇവിടെ സ്കൂൾ ജയിച്ചു, സംഘം ജയിച്ചു, അല്ലെങ്കിൽ ഫൈൽവാൻ ജയിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ കണ്ണിൽ നോക്കി കളവ് പറയുന്ന സംഘപുത്രൻ തന്നെയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ സംഘപുത്രൻ ഇങ്ങനെ കളവ് പറയാൻ കാരണം? ഇത്രത്തോളം ചന്ദ്രിക സോപ്പ് എടുത്തിട്ട് വെളുപ്പിക്കുന്നതിനുള്ള കാരണം എന്താണെന്നുള്ളത് പലർക്കും അറിയാമായിരിക്കും. കാരണം ഈ ഒരു വിഷയം വന്ന് കഴിഞ്ഞ 10 ദിവസത്തിന്റെ ഇടയ്ക്ക് ചുരുങ്ങിയത് 6-7 ദിവസമെങ്കിലും നമ്മുടെ ഈ പ്രത്യേക സംഘ ചാനലായിട്ടുള്ള ന്യൂസ് 18 കുത്തിയിരുന്നിട്ട് രാവും പകലും, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് എന്താ പറയുക, അപ്പിടലും കിടക്കലും ഉറങ്ങലും ഒക്കെ ഈ പറഞ്ഞ സ്റ്റുഡിയോയിൽ, ന്യൂസ് 18 സ്റ്റുഡിയോയിൽ തന്നെ ആയിരുന്നു ഈ സംഘപുത്രൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും ചർച്ചകളിൽ ഡെയിലി വന്നിരുന്ന് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ഈ സംഘപുത്രൻ അത്തോതിൽ ഈ പറഞ്ഞ സ്കൂളിനെയും ഈ പറഞ്ഞ സംഗീസത്തിനെയും കൃസംഗീസത്തിനെയും കാസനെയൊക്കെ പുകഴ്ത്തി വാനോളം പുകഴ്ത്തി ഇസ്ലാം കാര്യം വരെ മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത്, അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് അറിയാത്ത ഇസ്ലാം കാര്യം വരെ, ഈമാൻ കാര്യം വരെ മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത സംഘപുത്രന് അവസാനം ഇങ്ങനെ ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ അതിനെ വെളുപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ കവർ ചെയ്ത് തട്ടം കൊണ്ട് മറച്ചിട്ട് അതിനെ വെളുപ്പിക്കണം എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഉള്ളൊരു അവസ്ഥയിൽ ഈ പറഞ്ഞ നമ്മുടെ സംഘിയായിട്ടുള്ള, അതെ, നമ്മുടെ സംഘ നിരീക്ഷകനെ കുറ്റം പറയാൻ നമുക്ക് ഒരിക്കലും പാടില്ല കേട്ടോ. അത് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാണ്. ഇനി എന്തുകൊണ്ടാണ് സംഘ നിരീക്ഷകൻ ഇത്രത്തോളം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ചിന്തിക്കണം. സംഘപുത്രൻ ആദ്യം പറഞ്ഞ കളവ് നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. കോടതി വിധിയോടുകൂടി സ്കൂൾ ജയിച്ചു, ബാക്കി എല്ലാവരും തോറ്റു എന്ന് പറഞ്ഞത് ഒന്നാമത്തെ കളവ്. അത് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി സംഘപുത്രൻ ഈ കളവിലോട്ട് എത്താനുള്ള കുറെ കളവുകളുണ്ടായിരുന്നു. ഈ വിഷയം വന്ന തുടക്കത്തിൽ തന്നെ നമ്മുടെ സംഘപുത്രൻ പറഞ്ഞ വലിയൊരു കളവുണ്ടായിരുന്നു. ആ കളവ് ആദ്യം കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ 1-2 പേര് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സംഘപുത്രന്റെ അല്ലെ സംഘ നിരീക്ഷകന്റെ ആദ്യത്തെ കളവ് ഒന്ന് കേട്ടു നോക്കും. പക്ഷേ ഈ കർണാടകയിലെ കേസിലാണെങ്കിലും കേരളത്തിലെ കേസിലാണെങ്കിലും സുപ്രീം കോടതി ഹിജാബ് വിഷയം പരിഗണിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തരായിട്ടുള്ള പല ഇസ്ലാം പണ്ഡിതന്മാരെയും സമീപിച്ച് എന്താണ് ഹിജാബിന്റെ അവസ്ഥ, അത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് അവരോട് ആരാഞ്ഞിരുന്നു.
ഒരാൾ പോലും കോടതിയിൽ അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞില്ല. പരക്കെ പറഞ്ഞിരിക്കുന്ന ഇപ്പോ മഹല്ല് കമ്മിറ്റിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിനും അറിയാമായിരിക്കും. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഇസ്ലാമിന്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, അതായത് ഇസ്ലാം ആവണമെങ്കിൽ ചെയ്തിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ പ്രാക്ടീസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു. കർണാടക എന്താ പറയുക, സർക്കാർ അല്ലെങ്കിൽ അന്നത്തെ ഒരു വിധി, കർണാടകയിൽ ഒരു വിധി ഉണ്ടായിരുന്നല്ലോ ഹിജാബിനെ സംബന്ധിച്ചിട്ടുള്ള. അന്ന് കർണാടക ഹൈക്കോടതി വിധിച്ചത് സ്കൂളിന് തീരുമാനിക്കാം, ഹിജാബ് ഇടാതെ വരാം എന്ന് സ്കൂൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാണ് സത്യം, അല്ലെങ്കിൽ ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരു കാര്യമല്ലാത്തത് കൊണ്ട് അങ്ങനെ തട്ടം ഇടേണ്ട, കുട്ടിക്ക് സ്കൂളിലോട്ട് വരാം വിത്തൗട്ട് തട്ടം എന്നുള്ളൊരു വിധിയായിരുന്നു അന്നത്തെ BJP ഗവൺമെന്റ് ഭരിച്ചിരുന്ന കർണാടക സർക്കാരിന്റെ അല്ലെങ്കിൽ കർണാടക ഹൈക്കോടതിന്റെ വിധിയായിട്ട് മുന്നോട്ട് വന്നിരുന്നത്. അപ്പം നമ്മുടെ സംഘ പണിക്കർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് അന്ന് തന്നെ പല മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചിരുന്നു. എന്നിട്ട് ചോദിച്ചിട്ട് ആർക്കും അത് തെളിയിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആരും അത് സമ്മതിച്ചില്ല. അതിന്റെ പിന്നാലെ ആരും പോയില്ല. അതുകൊണ്ടാണ് ഈ ഒരു വിധി വന്നത് എന്നുള്ള രണ്ടാമത്തെ കള്ളമാണ് നമ്മുടെ സംഘപണിക്കർ പറഞ്ഞത്. ആക്ച്വലി ഇങ്ങനെ ഒരു വിധി വരാനുള്ള കാരണം അന്നത്തെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു സംഘികൾ ഭരിക്കുന്ന സ്ഥലമായിരുന്നു അന്ന് കർണാടക. പക്ഷെ ഇന്നല്ലെങ്കിലും അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വിധി വരുന്നു. ഈ വിധി വന്നതിനെതിരെ 26 ഹർജിയാണ് അങ്ങ് ഹൈക്കോടതിന്റെ വിധിക്കെതിരെ 26 ഹർജിയാണെന്ന് സുപ്രീം കോടതിയിലോട്ട് പോണത്. അപ്പം ഈ പറഞ്ഞ 26 ഹർജികളിലും ആൾക്കാർ എഴുതി ചേർത്തത് ഇത് ഇസ്ലാമിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇസ്ലാം ഒരു പെണ്ണ് ധരിച്ചിരിക്കേണ്ട കാര്യമാണ്, അത് പല സൂറത്തുകളിലും അതുള്ളത്, അല്ലെങ്കിൽ ഖുർആന്റെ പല സ്ഥലങ്ങളിലും അതുള്ളത് കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് 26 ഹർജി അങ്ങ് സുപ്രീം കോടതിയിലോട്ട് വന്നത് എന്നുള്ളത് നമ്മുടെ സംഘപണിക്കർ താൽക്കാലികമായിട്ടൊന്ന് മറന്നു. അതല്ലെങ്കിൽ സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ കണ്ണിൽ നോക്കി ഒരു കളവങ്ങ് കാച്ചിയങ്ങ് വിട്ടു. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് 1-2 ചാനലുകളിൽ വന്നിട്ടുണ്ട്. അൺമാസ്കിംഗ് അനോമലീസിൽ ഞാൻ കണ്ടു, പിന്നെ നമ്മുടെ അനിൽ മുഹമ്മദിന്റെ ഒരു ചാനലിൽ കണ്ടു. അത് കുറേയും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ 26 ഹർജിയാണ് അങ്ങ് സുപ്രീം കോടതിയിലെത്തി. ഈ സുപ്രീം കോടതിയിലേക്ക് ഈ ഹർജി എത്തിയിട്ട് എന്തുണ്ടായി എന്നുള്ളത് നമുക്ക് പറയാം. അതിന്റെ ഇടയിൽ കൂടെ പണിക്കര് പറഞ്ഞ മറ്റൊരു കളവുണ്ടായിരുന്നു. ആ കളവ് കേട്ടിട്ട് നമുക്ക് സുപ്രീം കോടതിയുടെ വിധിയിലോട്ട് പോകാം. ഇസ്ലാമിലുള്ളത് 5 കാര്യങ്ങളാണ് അവിടുത്തെ മതപരമായിട്ടുള്ള അനിവാര്യത. അതിലൊന്ന് അള്ളാഹു എന്ന ദൈവത്തിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസവും, അതല്ലാതെ മറ്റ് ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അതൊന്ന്. 2, 5 നേരം അവർക്ക് നിഷ്ഠ കൊടുത്തിരിക്കുന്ന നേരം ഏതാണോ ആ നേരങ്ങളിൽ ദിവസവും നിസ്കാരം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ERP. മൂന്നാമത്തേത് റമദാൻ മാസത്തിൽ അവർ നൊയമ്പെടുക്കുക എന്നുള്ളതാണ് അവരുടെ ERP. 4, ഏതൊരു മുസ്ലിമും അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് കൊടുക്കണമെന്നുള്ള സക്കാത്താണ് 4-ാമത്തേത്. 5-ാമത്തേത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ്. അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ്. അന്തിമ വിധി പുറപ്പെടുവിച്ചത് കർണാടക ഹൈക്കോടതി. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഭിന്ന വിധിയും വന്നിട്ടുണ്ട് ശ്രീത്, അല്ലേ? അതെ, സുപ്രീം കോടതി പിന്നെ വിധി വരികയും അതിനെ വിശാലമായിട്ടുള്ള ഒരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു. പക്ഷെ ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് എന്താണ് ഒരു മതത്തിന്റെ അനിവാര്യത എന്ന് ഒരു കേരള മഹല്ല് ഫെഡറേഷന്റെ ഭാഗമായിട്ട് പേരിന്റെ താഴെ കേരള മഹല്ല് ഫെഡറേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരാളിന് അറിയാം. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, അതായത് നമ്മുടെ സംഘപണിക്കര് മാത്രമല്ല, ഈ ചാനലിൽ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ മഞ്ജുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ സംഖ്യ കൂടാണ്. അതുകൊണ്ട് ഈ 2 സംഖ്യകൾ കൂടെ ഇരുന്നിട്ടാണ് മറ്റൊരു പാവപ്പെട്ട ഏതൊരു മനുഷ്യൻ അവിടെ വന്നിരിക്കേണ്ട അയാളെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുഖത്ത് നോക്കി കളവ് പറയുമ്പോഴേ നമ്മൾ തിരിച്ച് ചിലപ്പം പോയി ഇരുന്ന ആൾ വരെ ഒന്ന് അന്താളിച്ചു പോകും, തമ്പുരാനെ എന്താണ് ഞാൻ ഇത് കേൾക്കുന്നത്, ഈ പറഞ്ഞ സത്യമാണോ എന്ന്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കളവായിട്ടുള്ള ഈ കളവ്, അതായത് ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ പറഞ്ഞു, 5 ഇസ്ലാം കാര്യങ്ങളായിട്ടുള്ള 5 കാര്യങ്ങൾ പറഞ്ഞു. ഈ 5 കാര്യങ്ങളിൽ തീരുന്നതല്ല ഇസ്ലാം എന്നുള്ളത് നമ്മുടെ ഖുർആൻ പണ്ഡിതനായിട്ടുള്ള, ഇനി അങ്ങനെയും കൂടെ പറയേണ്ടി വരും, ഇനി നിഷ്പക്ഷ സംഘി അല്ലെങ്കിൽ നിഷ്പക്ഷ നിരീക്ഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഇനി ഖുർആൻ നിരീക്ഷകൻ അല്ലെങ്കിൽ ഇസ്ലാം നിരീക്ഷകൻ എന്നുകൂടെ നമുക്ക് പറയാം നമ്മുടെ ഈ പറഞ്ഞ പണിക്കര്. അപ്പം ഖുർആൻ നിരീക്ഷകനായിട്ടുള്ള ഈ പറഞ്ഞ പണിക്കര് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇസ്ലാം ഈ 5 കാര്യങ്ങൾ ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ്. അത് ഇസ്ലാമിന് സാമൂഹ്യപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ കള്ള് കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, കഞ്ചാവ് വലിക്കരുത്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതൊന്നും ഇസ്ലാമിന്റെ അടിസ്ഥാനമല്ലല്ലോ. അപ്പൊ പിന്നെ നീ പെണ്ണ് പിടിച്ചോ, നീ കള്ള് കുടിച്ചോ, നീ കഞ്ചാവ് വലിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലോട്ട് അങ്ങ് ചെല്ലുന്ന സമയത്ത് ഇതൊന്നും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളല്ല, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? അല്ല, ഞാൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല. അതായത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും, ഫറളായിട്ടുള്ള കാര്യങ്ങളും വാജിബായിട്ടുള്ള കാര്യങ്ങളും ഹറാമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വേറെ പലതും നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലേ? നമ്മുടെ ഖുർആനിലായിട്ടും മറ്റ് പല ഹദീസുകളായിട്ടും പല സ്ഥലങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും അറിയാണ്ട് ഈ പറഞ്ഞ നമ്മുടെ സംഘപുത്രൻ പറയുന്ന ഈ വലിയ വലിയ കാര്യങ്ങൾ കേട്ട് കണ്ണന്തിച്ച് തള്ളി നിൽക്കുന്ന സംഘികളും കൃസംഘികളും വിചാരിക്കും, ഞങ്ങളുടെ
ശ്രീജിത്ത് അണ്ണൻ എത്ര വലിയവനാണല്ലേ, എന്തൊക്കെ കാര്യങ്ങളെ പറ്റി അറിയാം, പക്ഷെ പറയുന്നതൊക്കെ പൊട്ടത്തെറ്റാണ്. ഈ പറഞ്ഞ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ സംഘഭക്തർക്കും മന്ദഭക്തർക്കും വിവരമില്ലാത്തത് കൊണ്ട് എന്ത് ഇന്റലക്ച്വൽ കളവ് പറഞ്ഞാലും ഇവന്മാർ കേൾക്കും എന്ന് വ്യക്തമായ ധാരണ നമ്മുടെ അണ്ണനുള്ളത് കൊണ്ടാണ് അണ്ണൻ ഈ തള്ളൊക്കെ തള്ളുന്നത്. അപ്പം ഇത് കേൾക്കുന്ന മറ്റ് സംഘികൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാം എന്ന് പറഞ്ഞ ഈ 5 കാര്യങ്ങൾ ഒതുങ്ങുന്നതല്ല. ഇപ്പൊ ആരിഫ് നിങ്ങളോടൊക്കെ പറയുന്നുണ്ടാവും ഇസ്ലാമിൽ ഉമ്മനെ പിടിക്കാം. ആരിഫിന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സംഘപുത്രനായിട്ടുള്ള ഈ പണിക്കര് പറയുന്ന പണിക്കരുടെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. എന്നിട്ട് ഏതെങ്കിലും ഇസ്ലാമിലെ ആൾക്കാർ ഉമ്മനെ പിടിക്കാമെന്ന് ഖുർആനിലിട്ട് നമ്മൾ കയറി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആരിഫ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1 കെട്ടിച്ചു കൊടുത്തു. അവിടെ സാധനം പൊങ്ങുന്നില്ല എന്ന് കണ്ടത് 2 കെട്ടിച്ചു കൊടുത്തു. അതും നടക്കുന്നില്ല. അവസാനം ഇപ്പം തേരാപാര നടന്ന് പണ്ട് തുഞ്ചൻ ചെത്തിയതിന്റെ പേരും പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പേരിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മേലെ കുതിര കയറുന്ന ഒരാളാണ് ആരിഫ്. അതാണ് അപ്പുറത്ത് നമ്മുടെ മലൻ ചാനലിൽ കുത്തിരുന്ന് ഹിജാബിനെ പറ്റി സംസാരിക്കുന്ന ഒരാൾ. അപ്പം ഈ 2 ആളുകളാണ് സംഘികൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി 2ാമത്തെ കളവിലോട്ട് വരികയാണ്. അപ്പം ഇസ്ലാം കാര്യങ്ങൾ കൊണ്ട് തീരുന്നതല്ല ഇസ്ലാം എന്നുള്ളതും ഈ പറഞ്ഞ തട്ടം ഇടണോ വേണ്ടേ എന്നുള്ളത് പല പല സൂറത്തുകളിലും പല പല സ്ഥലങ്ങളിലും അത് അല്ലെങ്കിൽ പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ ഇത് പറയുന്നത്, തട്ടം ഇടണം എന്നുള്ളത്. അപ്പൊ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, തട്ടിടാത്ത മുസ്ലിങ്ങളുണ്ടല്ലോ, തട്ടിടാത്തവരുണ്ട്, കള്ളു കുടിക്കുന്നവരുണ്ട്, പന്നിയിറച്ചി തിന്നുന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്. അതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഇസ്ലാം അല്ലാണ്ടായി പോകുന്നില്ല. ഇസ്ലാമിന്റെ വഴിക്ക് പോകും. ഇതുപോലെ നടക്കുന്നവർ അവന്റെ വഴിക്ക് പോകും. തട്ടിടാൻ നടക്കുന്നവർ തട്ടിടാത്തവരെ വഴിക്ക് പോട്ടെ. തട്ടിടണം എന്ന് ആഗ്രഹിച്ച ഒരാൾക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തട്ടിടാൻ പറ്റുമോ എന്നുള്ളതിന്റെ ചോദ്യമാണല്ലോ നമ്മൾ ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് ആ ചോദ്യം എത്തുന്നു. അങ്ങനെ സുപ്രീം കോടതിയിൽ ഇതിന്റെ വിധി 2ആയിട്ടാണ് വരുന്നത്. 2 പേരായിരുന്നു ഈ ഒരു അന്നത്തെ ഈ ബോർഡിലുണ്ടായിരുന്നത്. ഒന്ന് ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത, പിന്നെ ഒന്ന് ജസ്റ്റിസ് സുധാംശു ധൂലിയ. ഇതിൽ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത അന്ന് കർണാടക ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ടായിരുന്നു അയാളുടെ അന്നത്തെ ഒരു മൂവ്മെന്റ്. ആ മൂവ്മെന്റ് ഇങ്ങനെ ആയിരുന്നു. ആദ്യമായി തന്റെ വിധി ഞാൻ മലയാളത്തിൽ പറയട്ടോ, അതിന്റെ മൊത്തം ഡീറ്റെയിൽസ്, അതിന്റെ വേർഡിക്റ്റാണ് മലയാളത്തിലോട്ട് മാറ്റി പറയുന്നത്. വിധി വായിക്കുമ്പോൾ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം തന്റെ ഉത്തരവിൽ 11 ചോദ്യങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വിഷയം സംബന്ധിച്ച് പ്രധാന ഭാഗങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. തന്റെ ഉത്തരവിൽ ജസ്റ്റിസ് ഗുപ്ത ചോദിച്ചു, ഹിജാബ് ധരിക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു അത്യാവശ്യ മതപരമായ ആചാരമാണോ, അതായത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് ചോദിച്ചു. കൂടാതെ ഹിജാബിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം ലംഘിക്കുന്നതാണോ എന്നും കൂടെ ചോദിച്ചു. പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം, കോളേജ് അധികാരികൾക്ക് വിദ്യാർത്ഥിയുടെ യൂണിഫോം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടോ? അത് ആർട്ടിക്കിൾ 19 എന്നതിലാണ്, വ്യക്തി സ്വാതന്ത്ര്യത്തിലാണ് ആ ചോദ്യം വരുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 21, അതായത് ഒരാളുടെ സ്വകാര്യ അവകാശം. ഇതെല്ലാം കൂടെ നിരത്തിയിട്ടായിരുന്നു അന്നത്തെ ഹേമന്ത് ഗുപ്തയുടെ എന്താ പറയുക വേർഡിക്റ്റ് വന്നത്. അതെല്ലാം കൂടെ വെച്ചിട്ട് അയാൾ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ധൂലിയ വരുന്നത്. ധൂലിയ അതിനെ തിരിച്ച് മറ്റ് ചില ചോദ്യങ്ങൾ, മറു ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ജസ്റ്റിസ് ഗുപ്ത ചോദിച്ചു, സർക്കാർ ഉത്തരവുകൾ അടിസ്ഥാന അവകാശങ്ങളെ ലംഘിക്കുന്നതാണോ? സർക്കാർ ഉത്തരവുകൾ വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശനം ഉറപ്പാക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അതായത് 26 അപ്പീലുകൾ പോയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ഹേമന്ത് ചോദിച്ചപ്പം അത് അപ്പീലുകാർക്കെതിരെ ആണ് അന്നത്തെ അയാളുടെ വേർഡിക്റ്റ് വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് സുധാംശു ധൂലിയ സംസാരിച്ചപ്പം കോടതി തെറ്റായ രീതിയിലാണ് വിഷയത്തെ സമീപിച്ചത് എന്നാണ് ധൂലിയ പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം മതാചാരം എന്ന ചർച്ച ആവശ്യമില്ലായിരുന്നു. അതായത് ഈ അത്യാവശ്യം ഈ ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ മാത്രമല്ല, ഇസ്ലാം അവിടെ ഒതുങ്ങുന്നതല്ല, ആ ഒരു ചർച്ച അവിടെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ധൂലിയ സംസാരിച്ചിരുന്നത്. അതായത് 2022 ഫെബ്രുവരി 5 പുറപ്പെടുവിച്ചിട്ടുള്ള കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകിയ സർക്കാർ ഉത്തരവുകൾ അയാൾ റദ്ദാക്കുകയാണ് ചെയ്തത്. അതായത് അവിടെ കർണാടക സർക്കാരിന്റെ ഉത്തരവ്, കോളേജ് ആൾക്കാർക്ക് എന്താണോ അവകാശം അവർക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം എന്നുള്ള ഉത്തരവ് റദ്ദാക്കി പുള്ളി തിരിച്ചു ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഇതായിരുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ വിഷയമാണ്, അതിൽ അധികമൊന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആർട്ടിക്കിൾ 1925 എന്നിവയുടെ പ്രാധാന്യം, അവയുടെ പ്രായോഗിക ശേഷിയും ചൂണ്ടിക്കാണിച്ചു. അതായത് വ്യക്തി സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഒരാളുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും എടുത്തിട്ടായിരുന്നു പുള്ളി സംസാരിച്ചത്. ധൂലിയ പറഞ്ഞു, ഇവിടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇന്ത്യയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. അതായത് ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസമാണ് ഇവിടെ വിഷയം, അല്ലാണ്ട് കുട്ടി ഹിജാബ് ഇട്ടിട്ടാണോ വരുന്നത്, ഹിജാബ് ഇട്ടിട്ട് അല്ലല്ലോ വരുന്നത് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഒരു പെൺകുട്ടി ഹിജാബ് ധരിക്കുന്നു എന്ന കാരണത്താൽ അവളെ വിദ്യാഭ്യാസത്തിൽ നിന്നും വഞ്ചിക്കുന്നത് അവളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതാണോ? അതായത് അങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവളുടെ ജീവിതം മെച്ചപ്പെടുമോ? ഹിജാബ് ഇട്ടുകൊണ്ട് അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ജീവിതം മെച്ചപ്പെടുമോ എന്നുള്ളതായിരുന്നു ധൂലിയയുടെ ചോദിച്ചു. പിന്നെ പുള്ളിയുടെ അടുത്ത ചോദ്യം, പെൺകുട്ടികളോട് സ്കൂളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഹിജാബ് മാറ്റണം എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യതയിലേക്കുള്ള അതിക്രമം, പിന്നെ മാന്യതയിലേക്കുള്ള അതിക്രമം, ഒടുവിൽ നിരപേക്ഷ വിദ്യാഭ്യാസത്തെ നിഷേധിക്കുന്നതുമാണ് ഇത്. അനുച്ഛേദം, അതായത് ആർട്ടിക്കിൾ 19A, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 25(1) ഇതൊക്കെ ലംഘിക്കുന്നതായിരുന്നു കർണാടക ഹൈക്കോടതിന്റെ അന്നത്തെ വിധി.
എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കർണാടക ഹൈക്കോടതിയുടെ വിധി മാർച്ച് 15 ഹിജാബ് നിരോധന വിധി അന്ന് റദ്ദാക്കി. ഇങ്ങനെ റദ്ദാക്കിയ സമയത്ത് 2 ജഡ്ജിമാർ 2 അഭിപ്രായം പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു വിധി പിന്നെ മറ്റൊരു ബെഞ്ചിനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഇതിന്റെ അവസാന വിധിയായിട്ട് വന്നത്. അതിനുശേഷം കർണാടകയിലെ സർക്കാർ മാറി കോൺഗ്രസ് സർക്കാർ വന്നു. കർണാടകയിൽ സർക്കാരായിരുന്നു ഇതിന്റെ എതിർവശത്തുള്ള ഒരാൾ അല്ലെങ്കിൽ ആയതുകൊണ്ട് തന്നെ ഈ സർക്കാരെ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു കമ്മിറ്റി പിന്നെ രൂപീകരിക്കാണ്ട് ഈ വിധി അങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക ചെയ്തിരുന്നത്. അപ്പം ഇത് അറിയാത്തത് കൊണ്ടല്ല, അപ്പൊ ഇതിനെതിരെ അന്ന് ഈ പറഞ്ഞ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തെയും മതപണ്ഡിതരും അല്ലെങ്കിൽ എന്താ പറയാ ഏത് സംഘടനകൾ നിങ്ങൾ എടുത്തോ, മുസ്ലിം മത സംഘടനകൾ എടുത്തു കഴിഞ്ഞാലും ഇതിനെതിരെയായിരുന്നു അന്ന് സംസാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് 26 ഹർജി ഈ പറഞ്ഞ മതസംഘടനകൾ കൊടുത്തതായിരുന്നു. അത് നൈസായിട്ട് നമ്മുടെ സംഘപണിക്കർ അങ്ങോട്ട് മറന്നു. അതിന്റെ കൂട്ടത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് മഞ്ജുഷായിട്ടുള്ള മറ്റൊരു സംഖ്യയും കൂടി ഇരുന്നതുകൊണ്ട് പിന്നെ ഇപ്പുറത്ത് ഇരുന്നവനൊന്നും പറയാനുണ്ടായില്ല. മുജീബ് റഹ്മാൻ, ഈ രാജ്യത്ത് ഇസ്ലാം മതം പാലിക്കുന്നതിന് വേണ്ടി അനുവാദമില്ല, അതിന്റെ ഒരു ഉദാഹരണമാണ് എന്ന രീതിയിലാണല്ലോ താങ്കൾ അവതരിപ്പിച്ചത്. പക്ഷെ ഇക്കാര്യം ഈ ഒഴിച്ചുകൂടാനാവാത്ത മതാചാരത്തിൽപ്പെട്ടതാണ് വിശ്വാസികൾക്ക്. ഇതിൽ ഇഴകീറി മുറിച്ചുള്ള വാദങ്ങൾ നടന്നതിന് ശേഷമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അന്ന് വിധി വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കേരള ഹൈക്കോടതി വിധി പോലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ ഇക്കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ ആരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വാ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നവർ, കാര്യങ്ങൾ പഠിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നവർ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിരിക്കുക. പ്രത്യേകിച്ച് ന്യൂസ് 18 ജനൻ TV പോലത്തെ സ്ഥലങ്ങളിൽ പോയിരിക്കുമ്പം അത് സംഖ്യമയം മാത്രമായിരിക്കും. അതായത് മൊത്തത്തിൽ സംഖ്യമയം മാത്രമായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ ഒരു കുത്തിനോ പൊടിക്കോ നിങ്ങളെ കൊണ്ട് ഇരുത്തും, അവസാനം മൂഞ്ചിത്തെറ്റി അവിടുത്തെ പോരേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇത്രയും എന്താ പറയുക വേർഡിക്റ്റും കാര്യങ്ങളൊക്കെ സുപ്രീം കോർട്ടിൽ നിന്നൊക്കെ വന്ന സമയത്ത് അന്ന് പല ആളുകളും അതിനെ എന്താ പറയുക വിമർശിച്ചിട്ടും അനുകൂലിച്ചിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ ഉവൈസിയൊക്കെ അതിനെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് പുള്ളിയൊക്കെ അന്ന് അതിന്. അങ്ങനെ അതായിരുന്നു അന്നത്തെ വിധി. അപ്പൊ ഇത് എന്തോ സംഘപ്പണിക്കരുത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. കുറച്ച് ഇസ്ലാം കാര്യങ്ങൾ എവിടുന്നോ 5 എണ്ണം പഠിച്ചിട്ട് അതാണ് ഇസ്ലാം, അവിടെ കൊണ്ട് തീരുന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് കണ്ണടച്ച ഒരൊറ്റ ഓട്ടം കൂടിയ ആളാണ് നമ്മുടെ സംഘപ്പണിക്കർ. അപ്പം ഇത്രത്തോളം പറഞ്ഞ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫേസ്ബുക്കിലും തൻ്റെ യൂട്യൂബിലൊക്കെ ഓരോ മിനിറ്റ് വെച്ച് വീഡിയോയും പോസ്റ്റും ഈ വിഷയത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഘപ്പണിക്കർ തീർച്ചയായിട്ടും അതിനെ ന്യായീകരിക്കാൻ വന്നേ പറ്റുള്ളൂ. അത് കണ്ടു നോക്കി തന്നെ കളവ് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അത് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് നമ്മുടെ സംഘപ്പണിക്കരുടെ പറയത്തക്ക അല്ലെങ്കിൽ എടുക്കപ്പെട്ട ചില കളങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇതുപോലെ സ്ഥിരം വന്ന് കളവ് പറയുന്ന ഒരാളായതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും കളവ് മാത്രം പറയുന്ന സംഗീതം സുഖിപ്പിക്കാൻ വേണ്ടി ഏത് കളവും കണ്ണിൽ നോക്കി പറയും എന്നുള്ളത് കൊണ്ട് നമ്മുടെ സംഘപ്പണിക്കർ സംഘികളുടെ എന്നത്തെയും എന്താ പറയുക ഇന്റലക്ച്വൽ കള്ളനായിട്ട് ഇങ്ങനെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ചെയ്യാം, കഷ്ടം.